ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ മഴയ്ക്കൊരു ശമനം ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കിയാലോ? എനിക്ക് വലിയ കടുപ്പുള്ള ചായ താല്പര്യമില്ല കേട്ടോ. കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഇട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി ഇത് കൊണ്ടുപോയിട്ടേ സിറ്റൗട്ടിൽ പോയിരുന്ന് സമാധാനത്തോടെ കാഴ്ച കണ്ടു കുടിക്കണം കേട്ടോ. അത് നാട്ടിൽ വരുമ്പോൾ മാത്രം നടക്കണ കാര്യമാണേ. അതുകൊണ്ടുണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഞാൻ മിസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതുപോലെ ഇരുന്ന് ചായ കുടിക്കണ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇങ്ങനത്തെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നേ. അതാണ് കേട്ടോ ഈ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇന്ന് പൂക്കളിടാനായിട്ടേ കുറച്ച് പൂക്കളൊക്കെ ശേഖരിക്കണം. അതായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത പ്ലാൻ. അങ്ങനെ മുറ്റത്ത് നടക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഇതാ കിടക്കണ ഒരു ആമക്കുട്ടൻ. പിള്ളേരെല്ലാവരും ഓടി വന്നിട്ടോ ആമക്കുട്ടനെ കാണാനായിട്ട്. പിന്നെ ഇവൻ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നേ. എങ്ങനെയോ ഉള്ളിപ്പെട്ടു. പക്ഷെ ഉണ്ടല്ലോ പുറത്തിറങ്ങാനുള്ള വഴി മനസ്സിലാവണില്ല ഈ ആമയ്ക്ക്. അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞ് നിൽക്കുകയാണേ. കഥകളിലൊക്കെ ആമ ഭയങ്കര സ്ലോ ആയിട്ടല്ലേ പോവാറുള്ളത്. പിന്നെ ആമ എന്താ ഇത്ര ഫാസ്റ്റായി പോകുന്നു എന്നുള്ള ഓരോ പിള്ളേരുടെ സംശയങ്ങളും ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് മതിയായി. എന്തായാലും ആമക്കൂട്ടൻ നല്ല സ്പീഡിലാണ് പോണത് കേട്ടോ. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയാൽ മതി എന്ന മട്ടിലാണ് കഷിയുടെ പോക്ക്. സാധാരണ എന്തെങ്കിലും ശബ്ദമോ അനക്കോ കേട്ടാൽ ആമ വേഗം തലയും കാലും ഒക്കെ ഉള്ളിലിട്ട് ഒതുങ്ങിയിരിക്കൂലേ. അങ്ങനത്തെ ആമേനെ കേട്ടോ ഞാൻ കണ്ടേക്കണത്. പക്ഷേ ഈ ആമ അങ്ങനെയല്ല, ഭയങ്കര ആക്റ്റീവാണ്. നല്ല ഉത്സാഹത്തോടെ ചുറ്റുള്ളതൊക്കെ നോക്കി വേഗം വേഗം പോകുന്നുണ്ട്. അങ്ങനെ ആമക്കുട്ടനും എൻ്റെ മുയൽക്കുട്ടികളും കൂടി ഗേറ്റിനടുത്ത് എത്തിയിട്ടോ. ഈ ആമയും പിള്ളേരും കൂടി നടന്നു പോണത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ പിള്ളേരതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്, അവരും അത് പഠിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചില സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ മനസ്സിലാവേ. ആമേനെ എങ്ങനെയെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് മറുവശത്ത് എത്തിക്കാനാണ് കേട്ടോ പിള്ളേരുടെ ലക്ഷ്യം. ഇല്ലെങ്കിലേ വണ്ടിയുടെയൊക്കെ അടിയിൽപ്പെട്ട് അപകടം സംഭവിക്കുമെന്ന കാര്യം അവർക്ക് മനസ്സിലായി. മുൻവശത്തുണ്ടല്ലോ കുറച്ച് കാടും അതുപോലെ തന്നെ ഒരു ചെറിയ കാണയുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കറിയാം ആ ആമ സുരക്ഷിതമായിട്ട് ആ കാണയിലൊക്കെ ജീവിച്ചോളൂന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഉണ്ടല്ലോ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ ഉറപ്പ് വരുത്താണ് വേറെ വണ്ടികളൊന്നും വരാതെ ആമ വേഗം അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഉറപ്പ് വരുത്തി ആമ അപ്പുറത്ത് എത്തിയ ശേഷമാണ് കേട്ടോ പിള്ളേരൊക്കെ തിരിച്ചു വന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നിങ്ങളുമായിട്ടും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണേ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അടുത്ത മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.